ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ഫ്രണ്ട് മഡ് ഗാർഡ് മാറാനും അതുപോലെ ഹാൻഡിൽ കവർ അതൊക്കെ മാറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് മഡ് ഗാർഡ് മാറ്റണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്കത് മാറ്റാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് മഡ് ഗാർഡ് മാറ്റാൻ വേണ്ടി. അപ്പോൾ മഡ് ഗാർഡ് നമുക്ക് എന്തായാലും മാറണം. മഡ് ഗാർഡിൻ്റെ ഈ ഭാഗത്ത് തുരുമ്പിട്ട് എല്ലാം പൊട്ടിപ്പോയിരിക്കുകയാണ്. അതുപോലെ ഫോർക്കിൻ്റെ ഭാഗം തന്നെ ഫോർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ലാമ്പൊക്കെ ഇവിടെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ പൊട്ടിപ്പോയിരിക്കുകയാണ് ഈ മഡ് ഗാർഡ് പിടിപ്പിക്കുന്ന ഭാഗമൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർക്ക് അസംബ്ലി മഡ് ഗാർഡ് മാറിക്കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഫോർക്ക് അസംബ്ലി മാറുമ്പോൾ തന്നെ നമുക്ക് അതിന് മാത്രമേ 2,000 രൂപ ഫോർക്ക് അസംബ്ലിക്ക് മാത്രം വരുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ചെയ്ത് വെൽഡിങ് ചെയ്ത് ഇടാൻ നോക്കി കഴിഞ്ഞാലും പിന്നീടായാലും വീണ്ടും അത് കംപ്ലയിൻറ്റ് കാണിക്കരുത്. മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയ്ക്കുക ഫ്രണ്ട് ഭാഗം ക്ലിയറായിട്ട് പൊക്കോളത്. അപ്പോൾ ഫോർക്ക് അസംബ്ലി മഡ് ഗാർഡും അത് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ്ങും നമുക്ക് മാറ്റണം. അത് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് റിപ്പീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഹാൻഡിലിൻ്റെ ബെയറിങ്. അപ്പോൾ അതും മാറ്റേണ്ടി വരും. അതിൻ്റെ ഫ്രണ്ടിൽ 2 ബ്രേക്ക് കേബിളും ലോഡായി കിടക്കുകയാണ്. 2 ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. അതുപോലെ ഈ ഷോക്കപ്പിൻ്റെ ബുഷും ലിങ്ക് ബുഷും നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ കവറ് മാറ്റാൻ പറയുന്നത് അവിടെ ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുകയാണ്. ഈ 2 പീസായിട്ടിരിക്കണം. അപ്പോൾ ഹാൻഡിലിൻ്റെ ഈ കവറും മാറ്റണം. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടോ ഇവിടെ സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് ആദ്യം ഒരു വട്ടം സ്ക്രൂ ചെയ്തിരിക്കണം. പിന്നെ വീണ്ടും അത് പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് അവിടെ റീസെറ്റ് ആവുള്ളൂ. അത് ഇതേപോലെ ഹാൻഡിൻ്റെ ബാക്കിൽ ഈ കവർ അതിൻ്റെ ഈ സ്ക്രൂ ചെയ്യുമ്പോഴൊക്കെ ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കവറും കൂടി നമുക്ക് മാറ്റണം. ഹാൻഡിൻ്റെ റിയർ കവറും നമുക്ക് മാറ്റണം. ഞാൻ മാറ്റുമ്പോൾ തന്നെ ഈ ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടൊന്ന് വീട്ടിൻ്റെ ഗ്ലാസ് കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ ഫോർക്ക്, 2 മഡ് ഗാർഡ്, ഹെഡ്ലൈറ്റ് അസംബ്ലി, ഹാൻഡിൻ്റെ കവറ് അതൊക്കെ നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ മതി. ഓക്കെ.